ഒട്ടേക്കാ. അയ്യോ, അതെ, വർക്ക്ഷോപ്പിൽ വച്ചിരിക്കുന്ന അതേ സൈസിൽ പ്രിന്റ് ചെയ്യണം. അതിന്റെ സൈഡിലായിട്ട് പൊളിഞ്ഞ ഏതെങ്കിലും ബൈക്കിന്റെ ഫോട്ടോയും കൂടെ വെച്ചോ. അടി കിട്ടിയതാണെന്ന് ആരും അറിയണ്ട, ആക്സിഡന്റ് ആണെന്ന് കരുതിക്കോളും. എനിക്ക് ഗിന്നസ് ബുക്കിൽ കയറാനുള്ളതാ. ഫോട്ടോഗ്രാഫറെ, വിരോധമില്ലെങ്കിൽ എന്റെ ചന്തി എടുത്ത് ഒന്ന് കട്ടിൽ എറിഞ്ഞേക്കൂ. മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടോണ്ട. അയ്യോ, മതി മതി. അയ്യോ, ഒരു ഫോട്ടോ വേണ്ട വേണ്ട, എന്റെ ഫോട്ടോ എടുക്കണ്ട. പത്രത്തിലെങ്ങാനും വന്ന കടം വാങ്ങിയവരെല്ലാരും കൂടി വന്ന് എന്റെ 16 അടിയന്തരം നടത്തും. കോട്ട് സൂട്ട് ഇട്ട് നടക്കുന്ന പല മാന്യന്മാർക്കും മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടെന്ന് ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. നിന്റെ കുഞ്ഞമ്മയുടെ മകൻ അട്ടപ്പാടി അഴകേശം വരാതിരുന്നത് നന്നായി. അതെന്താ? വന്നിരുന്നെങ്കിൽ പൊട്ടക്കണ്ണനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. അമ്മാതിരി അടിയല്ലേ അവന്മാരടിച്ചത്. അടി പിന്നെ സഹിക്കാം. വന്ന രോഗികളെല്ലാം കൂടെ എന്നെ പിടിച്ച് നിർത്തിയിട്ട് ചികിത്സിക്കാൻ വന്ന വൈദ്യൻ എവിടെയാടാന്ന് എന്നോട് ചോദിച്ച് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതും എന്റെ നേരെ എല്ലാ രോഗികളും കൂടെ ചന്തിയും പൊക്കി കാണിച്ചിട്ട് എന്നാ നീ ചികിത്സിക്കടാ നായിന്റെ മോനെ എന്നും പറഞ്ഞോണ്ടിരുന്ന ഇപ്പായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോ ദാ കണ്ടില്ലേ, സ്വിഫ്റ്റ് കാറിന്റെ ബാക്ക് പോലെ ആയി. എന്താവോ? ഓ, വന്നല്ല രാക്ഷസി. ഞാൻ വിചാരിച്ചത്രയും ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. വിചാരിച്ചത് എത്രയാണാവോ? സരസപ്പം പെറ്റ് കിടക്കുവാണോടാ? അതേടാ, പെറ്റ് കിടക്കുവാ. കുട്ടി ആണാണാ പെണ്ണാണെന്ന് നോക്കണ. ഈ കിടപ്പ് കുറച്ചു നാളത്തെ കൂടി നീട്ടിക്കിട്ടാൻ ഞാൻ ഒന്നുകൂടി സ്പോൺസർ ചെയ്യണോ? എനിക്കിതൊന്നും പുത്തരിയല്ല, പക്ഷെ ഇവന്മാർക്ക് ഇത് ഇച്ചിരി കൂടിപ്പോയി. സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നോ? രക്ഷപ്പെട്ട് കളഞ്ഞല്ലേ? എന്തായാലും ഇത് കുറച്ച് കൂടി പോയി പൊന്നു. അവരൊരു തമാശ കാണിച്ചതല്ലേ, അതിന് ഇത്ര വേണമായിരുന്നോ? ഓഹോ, തമാശയായിരുന്നല്ലേ? എന്നാ ഞാനും ഒരു തമാശ കാണിച്ചു എന്ന് കരുതിയാ മതി. ഇനി എന്നോട് ഇതുപോലെ തമാശ കാണിച്ചാ കളി പഠിപ്പിക്കേ പൊന്നു. സത്യം പറ, എന്റെ ഫോട്ടോ എവിടുന്നാ കിട്ടിയത്? എനിക്കറിയില്ല. കണ്ടുപിടിച്ചോളാം ഞാൻ. ചെലപ്പാ ദേ, ഫോട്ടോയുടെ കാര്യത്തിൽ എന്നെ ഒറ്റ കൊടുക്കരുത്. ജോലി ഉണ്ടെങ്കിലേ വല്ലപ്പോഴേ ലീവ് എടുക്കാൻ പറ്റുള്ളൂ, ഒന്നിച്ചു കൂടാൻ പറ്റുള്ളൂ. ചെല്ലപ്പാ ദേ വരുന്നു. അതെ, ഈ ഫുഡ് കഴിച്ചിട്ട് ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഗുളിക വേണമെങ്കിൽ ഞാൻ കഴിക്കാം സിസ്റ്റർ. ആഹാരം എന്നെ കൊന്നാലും ഞാൻ കഴിക്കില്ല. അതെന്താ? ആഹാരം കഴിച്ചാൽ എനിക്ക് വയറ്റിൽ നോണമെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എല്ലാം അടച്ചു വച്ചേക്കല്ലേ ദ്രോഹികൾ. ഓ, നല്ല എമണ്ടൻ ഇടിയും പിന്നിലോ. നേരെ അത്രേ സമയത്ത് വീട്ടിൽ വന്ന് കയറണം എന്നുള്ള വിചാരം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവന്? മഴയായതുകൊണ്ട് ക്ലബ്ബിലെങ്ങാനും കിടന്നിട്ടുണ്ടോ? ആദ്യം ആ ക്ലബ് എവിടെ തല്ലി പൊളിക്കണം. ഒരു സെൽഫോൺ വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ വിളിക്കായിരുന്നില്ലേ? എങ്ങനെയാണ്? ഇനി അതിന്റെ കുറവ് മാത്രമേ ബാക്കിയുള്ളൂ. തന്നെത്താൻ അധ്വാനിച്ച് കാശുണ്ടാക്കി സെൽഫോൺ വാങ്ങിക്കട്ടെ. വെരികിനെ കൂട്ടിലടച്ചതുപോലെ ഇങ്ങനെ നടക്കണ്ട, അവൻ വന്നോളും. ഈശ്വര, നനഞ്ഞു കുളിച്ചിട്ടാണല്ലോ വരവ്. എടാ, ഇത് ഈ മഴയത്ത് തന്നെ കൊണ്ടുവരണമെന്ന് വലിയ നിർബന്ധമായിരുന്നു നിനക്ക് എന്നുള്ള വാശി തീർക്കാനല്ലേ? അത് ശരി, നന്നായി കൊണ്ടുവന്ന കുഴപ്പമായി. എന്താന്ന്? ഒന്നുമില്ലാന്ന്. ഏട്ടൻ എന്തു പണിയായി കാണിച്ചേ? വല്ല പനിയും പിടിച്ച് കിടന്നാലോ? കിടന്നാലെന്താടി, പണം മുടക്കി ചികിത്സിക്കാൻ ആളിരിക്കല്ലേ ഇവിടെ? ആ ചാറ്റമഴ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇറങ്ങിയപ്പോ. ഞാൻ അറിഞ്ഞു ഇങ്ങനെ തല ഇങ്ങോട്ട് കാണിക്കും. നശിച്ച ഒരു മഴ. അപ്പോഴും മഴയ്ക്കാ കുറ്റം. മോന് പറ്റിയ അമ്മ ഞാൻ തുടച്ചോളാം. ഒരു മഴ പെയ്ത് എനിക്കാ കുറ്റം. നിന്റെ ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ കക്ഷി ഇവളായിരുന്നു, നിന്റെ അമ്മ. 2 എണ്ണം ഇവക്കൂടെ കിട്ടിയേനെ. അതിലും നല്ലത് യമണ്ടൻ തന്നെയായിരുന്നു. എന്താ വിശന്നിട്ട് അണ്ടം കത്തുന്നു പറഞ്ഞതാ. കേട്ടു തോന്നുന്നു. അമ്മ ചോറ് വിളമ്പ്. അയ്യോ, അല്ല, കൂട്ടുകാരെയൊക്കെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വന്നോ അതോ അവരിപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണോ? ഇല്ല, കൊണ്ടുവന്നു. ഓ, എടാ, ഇപ്പൊ മനസ്സിലായോ? നാറിയവനെ ചുമന്നാൽ ചുമന്നവനെ നാറും. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും അത് പറഞ്ഞ് എമണ്ടൻ കാര്യമാക്കണ്ട. എന്ത് കാര്യമാക്കണ്ടെന്ന്? അല്ല, വലിയ ആനക്കാരിയാക്കണ്ടെന്ന് പറഞ്ഞതാ. നീ ഇരിക്കെ. മോനെ വിളമ്പി ഉരുട്ടി കൊടുക്കുക. എന്താ ഇത്? ഈ ഗുലുമാലൊക്കെ ഒപ്പിക്കുന്ന സമയം കൊണ്ട് ആ കടയിൽ വന്നൊന്നിരുന്നാൽ അച്ഛൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി പോയേനെ. ജീവിക്കാനാ സാറിന്റെ വിചാരം? ഈ പ്രായത്തില് എന്റെ അച്ഛനമ്മമാരെ പോറ്റിയിരുന്നത് ഞാൻ അധ്വാനിച്ചിട്ടാണ്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്കൊരു ഒഴിവും കിട്ടിയിട്ടില്ല. എന്നാൽ ഇത്രയും കാലമായി അച്ഛൻ പോത്തിനെ പോലെ പണിയെടുക്കുക. അങ്ങേർക്കൊരു കൈ സഹായത്തിന് കൂടെ നിൽക്കാനൊരു തോന്നൽ
എന്റെ ചാളവറുത്തുണ്ടോ? ഇല്ലേ? ആ ഇതുണ്ടായിരുന്ന എന്തിനാ മുട്ട പോത്തുന്നേ? വെട്ടി വീഴിക്കും. നിങ്ങൾ പച്ചക്കറി ആയതുകൊണ്ടാ ഞാൻ. അതേടി, ഞാൻ പച്ചക്കറി തന്നെ. ഞാൻ പച്ചക്കറി ആയതുകൊണ്ടാണല്ലോ ഇവനേക്ക് എങ്ങനെ തീറ്റി പൂറ്റുന്നത്. നിനക്കുള്ള ഇന്റർവ്യൂ കാർഡ് കോയമ്പത്തൂരിലെ TVS കമ്പനി. ഇതൊന്ന് ഒപ്പിട്ട് കൈ വാങ്ങാൻ പോലും സാറിന് സമയമില്ല. പിന്നെ എന്റെ കെയർ ഓഫ് ആയതുകൊണ്ട് പോസ്റ്റ്മാൻ നാരായണൻ എന്റെ കയ്യിൽ തന്നെ തന്നു. അല്ല, ഇനി ഈ കടയിലെ പൊതിയെല്ലാം കെട്ടിക്കൊടുക്കുന്നത് മാനക്കേടാണെങ്കിൽ വേണ്ട. പക്ഷെ നാളെ രാവിലെ കോയമ്പത്തൂരെത്തി ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കണം. ഗാന്ധിപുരത്താണ് ഓഫീസ്. 10 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. കോയമ്പത്തൂർ എന്നൊക്കെ പറയുമ്പോ ഇത്രയും കാലത്തെ അതെ. എന്താന്ന് ഈ കോയമ്പത്തൂർ എന്ന് പറയുന്ന ആഫ്രിക്ക ഇസ്രാവണമൊന്നുമല്ല. ഇവിടുന്ന് കഷ്ടിച്ച് 1.5 മണിക്കൂർ, ഏറിയ 2. ഇനിയിപ്പോ 7 മണിക്ക് പുറപ്പെട്ടാലും സമയത്തൊക്കെ എത്തിച്ചേരാവുന്ന കാര്യമേ ഉള്ളൂ. നാളെ എന്നൊക്കെ പറയുമ്പോ ചൊവ്വാഴ്ചയായിട്ട് ഇന്റർവ്യൂ. എന്താ ചൊവ്വാഴ്ച ഇന്റർവ്യൂവിന് പോകാൻ പാടില്ല എന്നുള്ള ശാസ്ത്രമുണ്ടോ? അല്ല, ജോലി കിട്ടില്ല എന്നൊരു ശാസ്ത്രം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് നീ പോയില്ലെങ്കിൽ ഇത്രയും കാലം കണ്ട വെറും പച്ചക്കറി ശ്രീധരക്കുറുപ്പിനെ എല്ലാം നീ കാണാൻ പോകും. നിന്നോടും കൂടാ പറഞ്ഞു. ആരാണോ ഈ ജോലി കണ്ടുപിടിച്ചത്? എങ്ങോട്ടാ രാവിലെ? കോയമ്പത്തൂർ വരെ. എന്താ വിശേഷിച്ച്? ഓ, ഇന്റർവ്യൂ. എന്താ ബസ്സിലിരുന്ന കാഴ്ചകളുണ്ട്, ഉറങ്ങിപ്പോരുത്. പിന്നെ എന്തുവാ പറയണമെന്ന് പറഞ്ഞ ചെലവിന് തന്ന കാശ് സൂക്ഷിച്ചോണം. പോക്കറ്റ് അടിച്ച് പോയാൽ പിന്നെ തിരിച്ചു വരാൻ തമിഴ്നാട്ടിലെ റോഡിൽ കിടന്ന് തെണ്ടേണ്ടി വരും. മതി പറഞ്ഞത്. അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. വിചാരം ഉണ്ടാ മതി. ഇത് പറയാനാണ് രണ്ടാളും കൂടി ഇങ്ങോട്ട് വന്നത്. ഇത് പറയാനല്ല, നിന്റെ അമ്മയ്ക്ക് ഏതോ വഴിപാട് നടത്താനുണ്ടെന്ന്. ഇവിടെ അടുത്തുള്ള ഏതോ ഭഗവാന്റെ അമ്പലത്തിലായത് എന്റെ ഭാഗ്യം. എന്താ അപ്പം വാ. ഒരു എമണ്ട മഴ വരുന്നുണ്ട്, നീ അങ്ങോട്ട് കയറിയുന്നു. ശരി മോനെ, സൂക്ഷിച്ചു പോണേ. ഓ ശരിയമ്മ. ഇത് വെച്ചോ. പാൻറ്റും കോപ്പൊക്കെ ഇട്ടാൻ വേണ്ടി ഒരു നിപ്പ് കണ്ടില്ലേ? ഒന്ന് വിരട്ടി വിട്ടില്ലെങ്കിൽ ശരിയാവില്ല. നീ വാ. രക്ഷപ്പെട്ടു എന്ന് കരുതി ഞെളിഞ്ഞ് നടക്കുവാണല്ലടാ. ഞാൻ അറിയാത്ത കാര്യം, എന്നൊന്നും ചെയ്യരുത്. ചെയ്യരുതെന്നോ? നിന്നെ ഒന്ന് കൈ കിട്ടാൻ കാത്തിരിക്കാനാ ഞങ്ങൾ. ഞാനൊന്ന് പറയട്ടെ. നീ ഒന്ന് വേണ്ട. ഒരു മെഡിക്കൽ ക്യാമ്പ് ഒന്നെ വീട്ടിലെ പെണ്ണെ കിട്ടോളാം. ഇനിയൊന്നും ചെയ്യേണ്ടത് പറ. നീ അതിൽ ഇടപെടണ്ട. അവനെ 2 കിട്ടേണ്ടത് അത്യാവശ്യം. ഇനി മതി. അടങ്ങിയിരിക്കാനല്ലേ പറഞ്ഞത്? മനസ്സിലായോ നിനക്ക്? അച്ഛാ, പ്രകാശിനെയാണല്ലോ തല്ലുന്നത്. രണ്ടാളെ കൂടി ഒരുത്തിനെത്തല്ല നാളമില്ലടാ. തല്ലുകാലൊക്കെ തരത്തിലുള്ളവരെ പോയി. നീ ഇനി വല്ല അഭ്യാസവും കാണിച്ചാ വച്ചേക്കില്ല നായേ. വാടി. വാ, ഇങ്ങോട്ട്.
എന്ത് തെറ്റ് ചെയ്തിട്ടാ വാസുവേട്ട അവരെന്നോട് ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയതാ. ഞാൻ അച്ഛനോട് എന്താ പറയാ? സാരമില്ല മോനെ. മഹാദേവനില്ലേ? സാർ സൂപ്പർ മാർക്കറ്റിലുണ്ട്. എന്താ ശ്രീധര? ഒന്നും അറിഞ്ഞില്ലല്ലേ? വന്നേ വാ. ഞാൻ ചെന്നൈയിൽ നിന്ന് കുറച്ചു മുമ്പ് എത്തിയതേയുള്ളൂ. അമ്പലത്തിലേക്ക് പോകുന്ന വഴി ജയനും സുദേവനും പ്രകാശനുമായിട്ട് എന്തോ കശവശ ഉണ്ടാക്കിയെന്നറിഞ്ഞു. കശപിശ? എന്റെ മോനെ ഞാൻ ന്യായീകരിക്കുകയല്ല. അവന് കുറച്ച് കുരുത്തക്കേറുണ്ട്. പക്ഷെ അവനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയാം, അല്ലെങ്കിൽ മഹാദേവനെ ശിക്ഷിക്കാം. അറിയോ, നിങ്ങളോട് അവന് വലിയ ബഹുമാന. എന്റെ സ്ഥാനത്താണ് അവൻ നിങ്ങളെയും കാണുന്നത്. പക്ഷേ വേറൊരുത്തൻ അവന്റെ മേൽ കൈവച്ചാൽ ഞാൻ സഹിക്കില്ല. ഒരുപാട് ക്ഷമയുള്ളവനാ ഞാൻ. പക്ഷേ ശ്രീധരൻ എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കേ. അതിനു വേണ്ടത് ഞാൻ ചെയ്തോളാം. തെമ്മാടിത്തരം കാണിക്കുന്നതിന് ഒരു അതിരില്ലേ? നമ്മുടെ വില നമ്മൾ തന്നെ കളഞ്ഞു കുളിച്ചില്ലേ? രണ്ടാളും കൂടി ആ പാവത്തിനെ നടുറോട്ടിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വലിയ കേമത്തായി പോയി. നിങ്ങൾ ആരാടാ? ഗുണ്ടകളോ? എന്താടാ ഒന്നും മിണ്ടാത്തെ? നിന്റെയൊക്കെ നാവ് ഇറങ്ങിപ്പോയോ? അവനും അവന്റെ കൂട്ടുകാരൻ ചെയ്ത വൃത്തിയുടെ എന്താ വലിയേട്ടൻ ഓർക്കാത്തെ? അന്ന് അതിന് സ്കൂളിൽ പോയി തല്ലി തീർത്തല്ലേ? ഇതിന് മാത്രം ഓർത്തു വെച്ച് അവനോട് പക തീർക്കാൻ എന്ത് അപരാധാണ് അവൻ ചെയ്തത്? ഇവന്മാരെങ്ങാനും തല്ലി അവൻ ചത്തുപോയാൽ ആര് സമാധാനം പറയും? വലിയേട്ടൻ ഇപ്പോഴും അവനെ ന്യായീകരിക്കുന്നത്? അതേടി, അവൻ സ്വന്തം പ്രാണം നോക്കാതെ എടുത്തു ചാടിയതുകൊണ്ടാ എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടാതെ കിട്ടിയത്. അത് മറക്കാൻ എനിക്ക് പറ്റില്ല, മരണം വരെ. എന്ന് കരുതി ഞങ്ങൾ മതി മതി, ഇനി അതും ഇതും പറഞ്ഞു കുടുംബത്തിലെ മനസമാധാനം കളയണ്ട. ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന സമയത്ത് ഏട്ടാനിയന്മാരും തമ്മിൽ വാക്കുവാദവും പ്രശ്നമൊന്നും വേണ്ട. അവനെ കണ്ട് മാപ്പ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കാൻ പറയണം. അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. എനിക്കും വേണ്ട, നിങ്ങൾ ആരും മാപ്പ് പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ചെലപ്പാ ആ പാക്കറ്റിങ് എടുത്തു. കുറുപ്പ് കടയിലേക്ക് പോയി. പ്രകാശനോ? അകത്തുണ്ട്, കയറിയിരിക്കാം. സത്യത്തിൽ ഇത്രയും വലിയ അക്രമമാണ് അവന്മാര് ചെയ്തതെന്ന് വാസുവട്ടം പറയുമ്പോഴാ ഞാൻ അറിഞ്ഞത്. നിന്നെ കണ്ട് മാപ്പ് പറയാൻ വന്നതാ മഹാദേവൻ. അയ്യോ, പൊന്നുവിന് നല്ല വിഷമമുണ്ട്. അവള് പറഞ്ഞിട്ടല്ല അവന്മാർ അങ്ങനെയൊക്കെ ചെയ്തത്. അവക്കും കൂടെ വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. നീ ഒന്നും മനസ്സിൽ വെക്കരുത്. സാരല്ല അങ്കിളെ, എനിക്ക് വഴക്കൊന്നുമില്ല. ഒന്നും ചെയ്യല്ലെന്നും പറഞ്ഞ് പൊന്നു തടസ്സം നിന്നതാ. പക്ഷെ അല്ലെങ്കിലും ഇവനിപ്പോ ദോഷ സമയ. അതൊക്കെ മാറി ശാരദാമ്മേ, എല്ലാത്തിനും ഒരു നേരോ കാലമൊക്കെ ഉണ്ടല്ലോ. ആ ഇത് നിനക്ക് വേണ്ടി പൊന്ന് സെലക്ട് ചെയ്തതാ. എന്താ ഇത്? പാന്റും ഷർട്ടും ഏതാണ്ടൊക്കെയാ. അടുത്ത ബുധനാഴ്ച നീ വീട്ടിലേക്ക് വരണം. ശ്രീധരനെയും ശാരദാമ്മയും മോളെ വിളിക്കാൻ ഞാൻ താമസിക്കാതെ വരുന്നുണ്ട്. എന്താ വിശേഷിച്ച്? ബുധനാഴ്ച പൊന്നുവിന്റെ വിവാഹ നിശ്ചയം. എല്ലാം പെട്ടെന്നായിരുന്നു. പെണ്ണ് കാണലും ചെറുക്കൻ കാണലും ഒക്കെ ഇന്റർനെറ്റ് വഴിയായിരുന്നു. എവിടുന്നാ? അവരുടെ തറവാടൊക്കെ ഇവിടെ പട്ടാമ്പിയിലാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും അത് കുടിക്കാതെ. അടുത്ത പ്രാവശ്യം വരുമ്പോ ആട്ടെ. ഇനി ഒന്നേ, ബുധനാഴ്ച അങ്ങ് എത്തിയേക്കണം. പിന്നെ നിന്റെ കൂട്ടുകാരെയൊക്കെ കൂട്ടിയാരെ എല്ലാം ഒന്ന് കോംപ്രമൈസ് ആക്കണം. ഇറങ്ങട്ടെ. തല്ലിയത് ബാനറിന്റെ പ്രശ്നം കൊണ്ട് മാത്രമൊന്നുമല്ല. ഇവന് വലിയ മുതലാളിയായിട്ടുള്ള അടുപ്പോ അങ്കിള് വിളിയോ ഒന്നും അവന്മാർക്ക് അത്ര സുഖിച്ചിട്ടില്ല. സത്യത്തിൽ ഈ കാണുന്ന ജുവലറിയും സ്വത്തുക്കളും ഒക്കെ ഉണ്ടായപ്പോഴല്ലേ ഈ അനിയന്മാരൊക്കെ അടുത്ത് കൂടിയത്. വലിയ മുതലാളി സ്വർണ്ണപണ്ടം പണയത്തിനെടുക്കൂന്ന് പറഞ്ഞ് ഇത്തിരി പോകുന്നൊരു പെട്ടിക്കടയായിട്ട് ഇരുന്നപ്പോ കൂടെ ആ വാസുവേട്ടനും അമ്മയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ ഞാൻ ആലോചിക്കുന്ന അതല്ല. ഇത്രയും കൊല്ലം മനസ്സിൽ കൊണ്ട് നടന്ന അവളെ ഇവൻ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? എന്താടാ പറ്റുമോ? ഏയ് എനിക്ക് അങ്ങനെയൊന്നുമില്ല. മനസാക്ഷിയെ കട്ടപ്പുറത്ത് കേട്ടിട്ട് സംസാരിക്കില്ല പ്രകാശ. അവൾക്ക് ഇവന് ഇഷ്ടമായിരുന്നെന്ന് ഞാൻ പറയണു. അല്ലെങ്കിൽ ഇവന് പാന്റ് ഷർട്ടും സെൽഫോണൊക്കെ കൊടുത്തത് എന്തിനാ? പ്രായച്ചിത്തം, കുറ്റബോധം. പ്രകാശ, സെൽഫോൺ എടുത്ത് കുത്തി വിളിയടാ അവളെ. എന്നിട്ട് നിന്റെ ചങ്കിനകത്തുള്ളത് തുറന്ന് പറയവളോട്. ഏയ് വേണ്ടടാ. അവളൊക്കെ വലിയ വീട്ടിലെ പെണ്ണ. ഞാനോ ഈ നാട്ടിലെ വെറും പലചരക്കടക്കാരന്റെ മോനും. നമുക്കൊന്നും വിധിച്ചിട്ടില്ലടാ. എന്തായാലും നമുക്ക് നിശ്ചയത്തിന് പോണം. കുഴപ്പമില്ല. നീ എന്തോ ചെയ്യണത്? കുഴലിന് ബ്ലോക്ക് ഉണ്ടോന്ന് നോക്കിയതാ. കുടിക്കുന്നവർക്ക് തടസ്സം ഉണ്ടാവരുതല്ലോ. ഇതിലുണ്ടോ എന്തോ? എടാ അതിന്റെ അകത്ത് വീണ് മുങ്ങി ചാവല്ലേ. അവിടെ വെയ്. എക്സ്ക്യൂസ് മീ മാഡം, എനിക്ക് മനസ്സിലായില്ല. ഇവിടുത്തെ സെർവന്റ് ആണോ? എന്താ പേര്? പെട്രീഷ്യ. പെട്ടിയാട്ടോ റഷേ? പെട്ടി ഓട്ടർഷ്യ എന്നല്ല, പെട്രീഷ്യ. ഇക്കണക്കിന് കുട്ടിയുടെ അമ്മയുടെ പേരെന്താ? പെറ്റിനിറ്റോ. ഇതുവരെ അവര് പെറ്റണിയിട്ടില്ലേ? കഷ്ടം. അനാശം പറയുന്നു. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡകാലം. നീ ഇതെവിടെ പോയതാ? ഞാൻ ബാത്റൂമില്. ഈ നേരത്താ? ബാത്റൂമിൽ പോവാ അങ്ങനെ സമയവും കാലമൊന്നുമില്ല. മുട്ടിയാ എനിക്ക് ഉടനെ അതാ ഒരു കിതപ്പ്. ഇതിലൊന്നും നിറച്ചില്ലേ? നിറയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. നിനക്ക് അടി കിട്ടിയല്ലേ? നിനക്ക? എനിക്ക് സെയിം വെച്ച്. എനിക്കൊന്നും കിട്ടിയുള്ളൂ. എനിക്ക് സ്ഥിരം കിട്ടുന്നതാ. മനസ്സിലായി. എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോണം. നോക്കിയാ മതി. ഉണ്ടാക്കടാ. സത്യം പറഞ്ഞ ഈ പ്രകാശന്റെ മനക്കെട്ടി സമ്മതിക്കണം. ഒന്നും ഉണ്ടാകാത്തതുപോലെ കൂളായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? ഞാനോ മറ്റോ ആയിരിക്കണമായിരുന്നു. ഈ ഫാനിൽ കെട്ടി ചത്തേനാ. എവിടെ? ഈ ഫാനില്. ടേബിൾ ഫാനില. ഒറ്റ ഇടി ഇടിച്ചോണ്ടല്ലേ നടക്കുന്ന കാര്യമല്ല പറയടാ. ഇനി വരന്റെ അച്ഛനും വധുവിന്റെ അച്ഛനും മുഹൂർത്തക്കുറിപ്പ് അങ്ങ് കൈമാറുക. ഇനി വരനും വധുവും പരസ്പരം മോതിരങ്ങൾ അണിയിക്കുക. എന്താടാ ഈ കാണിച്ചേ? മുഖത്ത് കണ്ണില്ലേ? കേറി വന്നോളൂ ശകുനം മുടക്കാൻ. സാരയില്ല, അറിയാതെ പറ്റിയതല്ലേ. വേഗം പിറക്കി എടുക്കടാ. നീ അങ്ങോട്ട് പോകോ, ഞാൻ എടുത്തോളാം. വാ മക്കളെ വാ, ലക്ഷണം പറയാ. മോന്റെ നക്ഷത്രം നോക്കി ലക്ഷണം പറയാം. തത്തമ്മയെ കൊണ്ടൊരു ചീട്ടെടുപ്പിക്കട്ടെ. ചീട്ടെടുപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അല്ലാതെ തന്നെ മനുഷ്യന്റെ ചീട്ട് കയറിയിരിക്കും. മുഖ ലക്ഷണം പറയാം. മനസ്സിൽ ആശിച്ചതൊന്നും കൈവിട്ട് പോയിട്ടില്ല കേട്ടാ. വാ ഇരിക്ക്. കാക്കാലത്തേക്കൊരു ദക്ഷണതാ മോനെ, ലക്ഷണം പറയാം. തത്തമ്മേ, സാറിനൊത്തൊരു നക്ഷത്രം കൊത്തിയിട്. കണ്ട കണ്ട ബാക്കി ജാതകാണ് കിട്ടാ. നോക്കുമോനെ. ഇതെന്താ ദിലീപിന്റെ മഞ്ജു വാര്യരുടെയും പടം? ഈശ്വരന്മാരുടെ പടമൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ?
ചെറുപ്പക്കാർക്ക് അതിലൊന്നും ത്രില്ലില്ല. അടിപൊളിയുടെ കാലല്ലേ മോനെ. പിന്നെ തത്തമ്മയെ കൊണ്ട് പടയെടുപ്പിക്കുന്നത് ഒരു നിമിത്തം അറിയാൻ വേണ്ടിയാ. ഇവരും നക്ഷത്രങ്ങളാണല്ല. എന്തൊക്കെ തടസ്സണ്ടായാലും ആശിച്ച പെണ്ണ് കുടുംബത്ത് വന്ന് കയറും. വന്നു കയറുന്ന പെണ്ണിന്റെ ഐശ്വര്യത്താൽ സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവും. അതാണ് പട ലക്ഷണം പറയണത്. കേട്ടാ, കതിന് വെടിയാ മയങ്ങിയത്. കാക്കാത്തിയുടെ നാവ് പേക്കില്ല. ഒരു കുറിമാനം കുറിക്കാൻ സമയായി. കഴിഞ്ഞോ? അടുത്തത് പി.എ. ജോസഫ്, പാലീക്കര ഹൗസ്. വാട്ട് ഹൗസ്? പാലീക്കര ഹൗസ്, മരത്താക്കര പി.ഒ. തൃച്ചൂർ. കോതക്കുറിശിയിലെ രവിവർമ്മയ്ക്ക് എഴുതിയോടാ? എഴുതി. അയാളെ നീ നേരിട്ട് തന്നെ പോയി വിളിക്കേണ്ടതായിരുന്നു. എല്ലായിടത്തും എന്നെ കൊണ്ട് ഓടിയെത്താൻ പറ്റുമേ. ഡേസി ക്ഷണിക്കാൻ ഡാഡി എന്നോട് വന്നേ പറ്റൂ. ഞാൻ അവളോട് പ്രോമിസ് ചെയ്തിട്ടുള്ളതാ. അവളുടെ ഡാഡി ഒരു ടൈപ്പാ. നേരിട്ട് ചെന്ന് വിളിച്ചില്ലെങ്കിൽ വിടില്ല അവളെ. ഞാൻ വരാവടി പൊന്നൂസേ. ഹേമയുടെ വീട്ടിലും ഏട്ടൻ നേരിട്ട് ഒന്ന് വിളിക്കണം. എന്തുണ്ടായാലും വലിയേട്ടൻ അങ്ങോട്ട് ചെല്ലില്ല എന്ന പരിഭവം എല്ലാവർക്കും, പ്രത്യേകിച്ച് ഹേമേന്ദ്രന്. എന്റെ ആങ്ങൾക്കും ഇത് തന്നെ പരാതി. എന്തുണ്ടായാലും വലിയേട്ടൻ അങ്ങോട്ടൊന്നും ചെല്ലില്ലെന്ന്. അതാ നിശ്ചയത്തിന് വിളിച്ചിട്ടും വരാതിരുന്നത്. എല്ലായിടത്തും പാം, എല്ലാ പരിഭവങ്ങളും തീർത്തേക്കാം. എനിക്കിതല്ലാതെ വേറെ വിശേഷങ്ങളൊന്നും നടക്കാനില്ലല്ലോ. എന്തടി റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. എന്റെ മോളാ വിളിക്കുന്നേ. അവളുടെ കല്യാണത്തിന് കൂട്ടുകാരിയെ വിളിക്കാൻ ഹൈറേഞ്ചിലേക്ക് ഞാനും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതാ. ഞാനൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ സാർ. സാർ പ്ലീസ് സാർ. ഡാഡി എന്ത് പണിയാ കാണിച്ചേ? ഒരുങ്ങി റെഡി ആയിരുന്നു, ഉടനെ വരാന്ന് പറഞ്ഞിട്ട്. ഡാഡി എന്താ ഒന്നും മിണ്ടാത്തത്? സേ സംതിങ്. യെസ്, ക്യാരി ഓൺ. താങ്ക് യു സാർ, താങ്ക് യു. മോളെ പൊന്നൂസേ. നല്ല ആളാ. എത്ര നേരം ഞാൻ വിളിക്കുന്നു. വിമല വന്നിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരായിന്നറിയോ? ഒന്ന് വേഗം വാ ഡാഡി. മോളെ അത് മോളെ ഇവിടെ ഷോപ്പില് ഡാഡി കുറെ ബിസിയാ. പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈശ്വര, വരാൻ പറ്റില്ലേ? ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയാണെന്ന് ഡേസിയോട് വിളിച്ച് പറയുകയും ചെയ്തു. അവള് ഫാമിലി ആയിട്ട് നാളെ മൈസൂർക്ക് പോവാ. ഇന്ന് തന്നെ ചെന്ന് വിളിച്ചില്ലെങ്കിൽ പ്ലീസ് ഡാഡി, പ്ലീസ്. മോളെ ഡാഡിക്ക് ഇപ്പൊ അങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാ. എല്ലാം ഡാഡി നേരിട്ട് ഒന്ന് പറയാം. ഏതായാലും യാത്ര പുറപ്പെട്ടതല്ലേ. ഡാഡി ഇല്ലാതെ വിമലയുണ്ടല്ലോ കൂടെ. ഡാഡി വണ്ടി വിടാം. കാർ വന്നു, നീ ചെന്ന് പൊന്നൂനെ വിളിക്കേ. നീയായിരുന്നോ? പൊന്നൂനെ കൂട്ടി കല്യാണം ക്ഷണിക്കാൻ ഇപ്പൊ വരും. ഗർവിച്ചിരിക്കുക. ഒരേ ഒരു കുട്ടിയുടെ കല്യാണം വിളിക്കാൻ പോവാൻ പോലും പറ്റാത്ത എന്ത് തിരക്കാ അവന്. ഇങ്ങോട്ട് വരട്ടെ. അവിടുന്ന് ഇറങ്ങാൻ പറ്റാത്ത എന്തോ തിരക്കാന്ന്. അവന്റെ കാലാരെങ്കിലും കെട്ടിയിട്ടിരിക്കുന്നോ? എന്നെ വിളിച്ച എന്തായാലും തക്ക സമയത്ത് നീ വന്നത് നന്നായി. എനിക്കാണെങ്കിൽ ഇത്രയും ദൂരം കുന്നും മലയും കയറി പോകാൻ പറ്റുമോ? പ്രസന്നയ്ക്കാണെങ്കിൽ നിശ്ചയം കഴിഞ്ഞ അന്നു മുതൽ ഒരു ഇടം തിരിഞ്ഞ മട്ട. അവളുടെ ആങ്ങളെ കൊണ്ട് കെട്ടിക്കാത്തതിന്റെ കെറുവാ, അതിന്റെ ദേഷ്യ. ഓ പ്രകാശനോ? ഞങ്ങൾ പോയിട്ട് വരട്ടെ മുത്തശ്ശി. ശരി മോളെ, സന്തോഷമായിട്ട് പോയിട്ട്. ശരി ശരി, സൂക്ഷിച്ചു പോണം. പതുക്കെ പോയാ മതി. അത് കുറച്ച് നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഒരു ബൈക്ക് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ആരാണ് അത്? പിന്നെ ഷഫീറാ. ഏത് ഷഫീർ? അത് എന്റെ ഫ്രണ്ട്. സോറി പൊന്നു, ഞാൻ വിളിച്ചിട്ട് അവൻ വന്നത്. വാട്ട്? സത്യം പറഞ്ഞ അവനെ മീറ്റ് ചെയ്യാലോന്ന് വെച്ചാ നിന്റെ കൂടെ ഡെയ്സി ഇൻവൈറ്റ് ചെയ്യാനാന്നും പറഞ്ഞു വീട്ടിൽ നിന്ന് ചാടിയത്. പക്ഷെ വന്ന് കുടുങ്ങിപ്പോയി. അപ്പൊ നീ എന്റെ കൂടെ വരുന്നില്ലേ? പ്ലീസ്, നീ തിരിച്ചു വരാറാകുമ്പോഴേക്കും എനിക്കൊരു മിസ്ഡ് അടിച്ചാ മതി. നിനക്ക് കൂട്ടിന് നിന്റെ പാച്ചു ഉണ്ടല്ലോ. യു ചീറ്റ്. പാച്ചു, വണ്ടി ഒന്ന് നിർത്ത്. ഈ വഞ്ചിക്ക് ഒന്ന് ഇറങ്ങിക്കോട്ടെ. നീ വാ. ശരി, ഇറങ്ങും. ഇത് ഷഫീർ. ഹലോ. ഹലോ. ഇവളെ അടിച്ചെടുത്ത് നാട് വിടാനുള്ള പരിപാടിയൊന്നുമില്ലല്ലോ. എന്നെ പുലിവാല പിടിപ്പിക്കരുത്. ചിലപ്പോ നാട് വിടേണ്ടി വരും, ബട്ട് നോട്ട് നൗ. ബൈ ബൈ. പോ.
പോവാം. അച്ഛനെന്ത് പറ്റി? എന്താ? അല്ല, കേറിയപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, ഒരു മൂഡ് ഔട്ട്. ഏയ് ഒന്നുമില്ല. എന്നോട് എപ്പോഴും ദേഷ്യമുണ്ടോ? പൊന്നിനോട് എനിക്കൊരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല, ഇനി തോന്നുകയില്ല. എനിക്ക് അപ്പോഴേ തോന്നി. എന്നോട് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ സെലക്ട് ചെയ്ത പാൻസും ഷർട്ടും ഇട്ടോണ്ട് വരില്ലല്ലോ. നന്നായിട്ടുണ്ട്. പാച്ചൻ ഇത് നല്ല മാച്ചാ, എനിക്ക് ഇഷ്ടായി. കതിന് വെടിയാ മുഴങ്ങിയത്. കട്ടാട്ടിയുടെ നാവ് പഴക്കില്ല കേട്ടാ. ഒരു കുറിമാനം കുറിക്കാൻ സമയമായി. എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്നാ പോവാം. പോവാം. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? എടാ, കള്ളപ്പൊന്നിന്റെ ഇടപാട് നടത്തിയിട്ടുള്ള കച്ചവടം നമുക്ക് വേണ്ട. ഇതിപ്പോ ആരും ചെയ്യാത്തൊന്നുമല്ല. നടത്തുന്നവർ നടത്തിക്കോട്ടെ, നമ്മുടെ സ്ഥാപനത്തിൽ വേണ്ടാന്ന്. ആ ഓഫീസേഴ്സിന് മുമ്പ് ഇരുന്ന് വേർത്തതിന്റെ മാനക്കേട് എനിക്കല്ലേ അറിയാവുള്ളൂ. എവിടെ ചെന്നാലും തലയുയർത്തി നിൽക്കാനുള്ള ഒരു അന്തസ് പൊന്നു വീട്ടിൽ മഹാദേവൻ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ ആരായാലും ഞാൻ സമ്മതിക്കില്ല. ആഹാ, വെല്ലിഡാഡിയുടെ തങ്കക്കുട്ടികൾ എപ്പോ എത്തി? വാ വാ വാ, വിശേഷങ്ങളൊക്കെ പറയണ്ടേ? വലിയേട്ടൻ അറിയരുത് ഞാൻ പറഞ്ഞല്ലടാ. ഇതാരോ ഒറ്റ കൊടുത്തതാ. സുദേവാ വരുന്നു. അതിങ്ങോട്ട് വെക്ക്. ഈ കാറിൽ എന്താ വെല്ലിഡാഡി? ഈസ് ഇറ്റ് ചോക്ലേറ്റ്? ചോക്ലേറ്റ്സ് ഒക്കെ വെല്ലിഡാഡി പിന്നെ വാങ്ങിച്ചുതരാം. ഇതേ പൊന്നു ആന്റിക്ക് കല്യാണത്തിന് കൊടുക്കാനുള്ള സാരി സെലക്ട് ചെയ്യാനാ. മക്കള് പോയിട്ട് പൊന്നു ആന്റി വിളിച്ചോണ്ടോ. പൊന്നു ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയില്ലേ? ഇത്രയും നേരമായിട്ടോ? ഞാൻ വിളിച്ചു നോക്കി, ഔട്ട് ഓഫ് റേഞ്ച്. ആ ഡെയ്സിയുടെ വീട്ടിലൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? ഞാൻ വിളിച്ചു, അവൾ അപ്പോഴേ പുറപ്പെട്ടു. എങ്കിൽ അവൾ ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. ട്രാവൽ ചെയ്യായിരിക്കും, ഔട്ട് ഓഫ് റേഞ്ച് ആയിട്ട് വിളിക്കാൻ പറ്റാതാവും. യാത്ര ചെയ്യുന്ന സ്ഥലം മുഴുവൻ ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കുമോ? ആ പ്രകാശിന്റെ കൂടെ പറഞ്ഞു വിടണ്ടായിരുന്നു. നിശ്ചയത്തിന് എന്നെ ശകുനം മുടക്കിയവനവൻ. വലിയേട്ടൻ വിചാരിക്കുന്ന പോലെ അവൻ ആളത്ര ശരിയൊന്നുമല്ല. നീ ചുമ്മാ മിണ്ടായിരിക്കെ. കാര്യം അറിയാതെ അവനെ കുറിച്ചൊന്നും പറയണ്ട. ഇന്ന് തന്നെ പോണെന്ന് അവക്ക് എന്തായിരുന്നു ഇത്ര വാശി? എല്ലാരും കൂടെ ലാളിച്ച് തലയെ കയറ്റി വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ആരും വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. കുന്നും മലയൊക്കെ കേറി ഇറങ്ങി വരണ്ടേ, അവൾ ഇപ്പൊ വരും. എന്താ പാച്ചു, നേരെ ഒരുപാടായി. ഇപ്പോഴെങ്ങനെ ശരിയാവോ? എന്താ പ്രശ്നം മനസ്സിലാവണില്ല. അയ്യോ, വീട്ടിലേക്ക് വിളിച്ചു പറയാൻ റേഞ്ചും ഇല്ലല്ലോ. ഡാഡി ആകെ ടെൻഷൻ ആവുന്നുണ്ടോ? ഒന്ന് പേടിക്കണ്ട, വണ്ടി കയറുന്നു, മഴ കൊള്ളണ്ട. ഞാൻ നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ? വർക്ക്ഷോപ്പ് അടിവാരത്തേ ഉള്ളൂ. അവിടുന്ന് വല്ല മെക്കാനിക്കിനെ കിട്ടാൻ വഴിയുണ്ടോ? അതിന് അടിവാരം വരെ ചെല്ലണ്ടേ? ഒരു കാര്യം ചെയ്യ്, ഈ വളവ് തിരിഞ്ഞ് ഇട റോഡിൽ കൂടി മുകളിലോട്ട് പോയാൽ ഒരു ഹോട്ടൽ കാണാം. അവരോട് പറഞ്ഞ മെക്കാനിക്കിനെ വിളിച്ചു തരും. എന്താ? ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. എനിക്ക് വണ്ടിയുടെ പണിയൊന്നും അറിയില്ല. അതല്ല, അടിവാരത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും മെക്കാനിക്കന്മാരെ. വണ്ടി എവിടെ കിടക്കണേ? താഴെ വളവിൽ തന്നെ. തല തുടച്ചോളൂ. ഇത് വർക്ക്ഷോപ്പല്ലേ? ഇത് ഹിൽവേ പാലസിൽ നിന്ന് കുട്ടിച്ചനാണേ. നമ്മുടെ തങ്കച്ചനാ ചോറിന്റെ ആരെങ്കിലും ഉണ്ടാവിടെ? ആ തങ്കച്ച, ഇവിടെ നമ്മുടെ വളവിലൊരു കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടേ. എന്ത് വണ്ടിയാ? ടവേറ. എന്ത് കസേര? അല്ല, ടവേറ. ടവേറ എന്നാ പറയണേ. ശരി ശരി, ഓക്കെ. മഴയൊന്നും ഒതുങ്ങട്ടെ എന്നാ പറയണേ. ഞാനൊരു ഫോൺ ചെയ്തോട്ടെ. ഓ, ഇതിന് കാശുണ്ട് ട്ടാ. ഹലോ ഡാഡി, പൊന്നുവാ. മോളെ, നീ ഇത് എവിടെയാ? എവിടുന്നാ വിളിക്കുന്നേ? ഒരു ഹോട്ടലിൽ നിന്നാ. കാറ് ബ്രേക്ക് ഡൗൺ ആയി. ഇവിടെ ഭയങ്കര മഴയാ. ഒരു മെക്കാനിക്കിനെ വിളിക്കാൻ വേണ്ടി കേറിയതാ. വേറെ വണ്ടി അയക്കാം. വേണ്ട, മെക്കാനിക് ഇപ്പൊ എത്തും. വിമല വിമല കൂടെ ഉണ്ട്. ഇപ്പൊ കൊടുക്കാം. ഹലോ അങ്കിളെ. പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമൊന്നുമില്ല. മഴ മാറി ഞങ്ങൾ ഉടനെ പുറപ്പെടും. സൂക്ഷിച്ചു പോരണേ. ഓക്കെ, ബൈ. എന്താ മോനെ,
ഒന്നുമില്ലമ്മേ, കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയതാ. ഞാൻ പറഞ്ഞില്ലേ മോനെ, പേടിക്കാൻ ഒന്നും ഉണ്ടാവില്ലെന്ന്. അവള് വരും. ഇതില് വാള് വെച്ചോ? വാള് വെക്കാനല്ലെന്ന്, ഞാൻ ഹരിമുരളീരത്തിന്റെ ഹമ്മിങ്. എടാ ഈ ഹമ്മിങ് ഉണ്ടല്ലോ ഹരിമുരളീരത്തിന്റെ, എന്റെ ഇളയച്ച ഒറ്റ ശ്വാസത്തിലാ പാടി തീർത്തത്. പിറ്റേ ഞായറാഴ്ച സഞ്ജയനും നടത്തി. പിന്നെ 16 നിന്റെ ഫോണിലാ പാട്ട് പാടുന്നു. എടുത്തിട്ട് പരിധിക്ക് പുറത്താന്ന് പറ. ഹലോ ആരാ? എടാ എടുത്തിട്ട് ആരാന്ന് ചോദിക്കാം. ഹലോ ഹലോ ഹലോ. എടാ ഷാജി, പ്രകാശനടാ പ്രകാശൻ. ആ പ്രകാശനാണോ? ഷാജി അല്ലടാ, സരസപ്പന. നീ ഷാജിക്കൊന്ന് കൊടുത്തേ. ഷാജിയെ, പ്രകാശനാണോ നിന്നെ വിളിക്കണത്? ആ വന്നിട്ട് ആ അടി വതറിയിരിക്കാണ്. നീ എന്താ ഇങ്ങനെ നടക്കണത്? ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് പ്രകാശ് അറിയണ്ട. നെഞ്ചിലെ നൊമ്പരവും കടിച്ചു പിടിച്ച് അവളുടെ കൂടെ കൂട്ടുകാരത്തിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടി പോയതാ. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നീ തന്നെ. ഹലോ, ഞാനാ ഷാജി. എടാ നിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൂടാത്തവളുടെ കൂടെ നീ എന്തിനാടാ പോയത്? ഞാൻ പൊന്നുന്റെ കൂടെ അവളുടെ കൂട്ടുകാരത്തിന്റെ വീട്ടിൽ വന്നതാ കല്യാണം ക്ഷണിക്കാൻ. നീ ഇപ്പൊ എവിടുന്ന വിളിക്കുന്നേ? ഞാൻ മലയാറ്റൂരിനടുത്തുള്ള ഒരു ഹോട്ടലിലാ. മലയാറ്റൂർ ഹോട്ടലിൽ ഹിൽ പാലസാ? ആ എടാ, വണ്ടി സ്റ്റാർട്ട് ആവാത്തത് പലതും കൊണ്ടും ആവാം. അത് ചെക്ക് ചെയ്തിട്ടേ പറയാൻ പറ്റൂ. എന്നിട്ട് അവളവിടെ ഉണ്ടാ? ആ ശരി, നന്നാക്കിയിട്ട് വേഗം വാ. നാളെ കാണാം. ഗുഡ് നൈറ്റ്. നീ എന്തിനാടാ കിടന്ന് കരയുന്നേ? അവൻ നമുക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റിയിട്ടുണ്ട? പിന്നെ എന്തിനാണ് നമ്മളെ കൂട്ടുകാരാണെന്നും പറഞ്ഞ് നടക്കണത്? നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ? ആണുങ്ങളായ കൺട്രോള് വേണം. നീ ധൈര്യമായിട്ടിരിക്കും. ഈ പാതാള ഷാജി അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നീ പോയി 2 എണ്ണം കൂടെ അടിച്ചു. ഉറങ്ങല്ലേ? പോക്കോ. ഞാൻ 1.5 അടിക്കുള്ളൂ. ഹലോ, സത്യപാലൻ സാർ എന്നെ ഏട്ടനോടൊന്ന് പറയണം. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. അങ്ങോട്ട് എന്തായി സത്യപാല, കേട്ടത് ശരിയാണോ? മഹാദേവൻ ടെൻഷൻ ആവരുത്. അവിടുത്തെ സ്റ്റേഷനെ വിളിച്ച് സിയോട് ഞാൻ അന്വേഷിച്ചു. കേട്ടത് സത്യം. എന്റെ ഈശ്വരന്മാരെ, എന്റെ മോള്. ആരാടാ അത്? ചെല്ലപ്പനാ, തുറക്ക്. അതിരാവിലെ നേരം വെളുത്ത ദേ വരണേ. നീ എന്താ വെളുപ്പാങ്കാലത്ത്? എടാ, പ്രകാശനെയും പൊന്നൂനെയും ഏതാ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. അറസ്റ്റ് ചെയ്താ? എന്തിന്? എന്തിനാ യാതിനാന്നൊന്നും അറിഞ്ഞൂടാ. വലിയ മുതലാളിയും കൊച്ചു മുതലാളിയും ആരും കൂടെ അങ്ങോട്ട് പോയിരിക്കുവാ. ഞാൻ ഇന്നലെ ഊട്ടിന്ന് വന്ന ക്ഷീണത്തിന് നേരത്തെ വീട്ടിൽ പോയി. എഴുന്നേറ്റപ്പം വൈകി. പൊന്നു വീട്ടിൽ ചെന്നപ്പോഴാ വിവരം അറിഞ്ഞത്. നിന്നോട് ആരാ പറഞ്ഞത്? പ്രസന്ന കൊച്ചമ്മ. ഇന്നലെ രാത്രിയിലാ സംഭവം. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അവര് തിരിച്ചു വരുമ്പോ അവിടെ കണ്ടില്ലെങ്കിൽ ചിലപ്പോ പണി പോവും. ഇന്നലെ രാത്രി എന്ന് പറയുമ്പോ ഷാജി, ഷാജി,
എടാ ഷാജി, അയ്യോ ആക്സിഡന്റ്, ഫോട്ടോഗ്രാഫറെ വിളി. ആക്സിഡന്റ് ഒന്നുമല്ല, ഞാൻ ചവിട്ടിയതാ. നീ എന്തിനാ എടാ ചവിട്ടിയത്? പ്രകാശനെ ആ പെണ്ണിനെ കൂടി പോലീസ് പിടിച്ചെന്ന്. ഏത് പെണ്ണിനെ? ആ പൊന്നൂനെ. നേരാണോ? ആ ചെല്ലപ്പന വന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ ഇന്നലത്തെ ഫോൺ വിളി പാഴായില്ല. വിളി പാഴായില്ല? നീ ആരെ വിളിച്ചത്? CI തോമസ് സാറിനെ. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, നീ എന്താ ഈ കാണിച്ചത്? നീ ഇന്നലെ രാത്രി ഇവിടെ 2 പെഗ്ഗും ചൂപ്പിട്ടിരുന്ന് വിളിച്ചു കൂന്നാണ്ടല്ലോ. അവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതിന് നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണോ? എടാ അതിന് അവനെ മാത്രമല്ലല്ലോ, അവളെ ചേർത്തല്ലേ പിടിച്ചത്. അതുകൊണ്ട് എടാ ഇമ്മോറൽ ട്രാഫിക്കിന് ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ച പെണ്ണിനെ അന്തസ്സുള്ള ഏതെങ്കിലും ആണുങ്ങൾ വന്ന് കെട്ടുവോ? അപ്പൊ അവളെ കെട്ടാൻ പട്ടാമ്പിക്കാരൻ. ഭാഗ്യദോഷത്തിന് അവനെ മാത്രം ഞാൻ അറിയിച്ചില്ല, അവനെ കൂടെ അറിയിച്ച സംഗതി ക്ലീൻ. ഇതെങ്ങാനും മഹാദേവ മുതലാളി അറിഞ്ഞാലുണ്ടല്ലോ, എന്നെ നിന്നെയൊക്കെ വെട്ടി നുറുക്കും. ആ മകൾക്ക് വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത് തന്നെ. തൽക്കാലം പ്രകാശം പോലും ഇതൊന്നും അറിയരുത്. അറിഞ്ഞാൽ ചിലപ്പോൾ വാദി പ്രതിയാവും. മനസ്സിലായോ? ഇറങ്ങുമോളെ. മോളെ, എന്താ മോളെ ഇത്? എന്താ ഈ കേക്കുന്ന? എന്തു പറ്റി? ഇവളുടെ കൂടെ പോയോളവിടെ വിമല. വിമല അവൾ ഇവളുടെ പോയിട്ടൊന്നുമില്ലെന്നേ. ഇടയ്ക്ക് വെച്ച് അവൾ അവളുടെ മറ്റവന്റെ കൂടെ ഇറങ്ങി പോയെന്ന്. അവനെവിടെ? ആ പ്രകാശൻ അവിടെ തന്നെ കുഴിച്ചു മൂടേണ്ടതായിരുന്നു. തലേ കയറ്റി വെച്ചിട്ട് ഇപ്പൊ എന്തായി വല്യേട്ടാ? തരം കിട്ടിയപ്പോ അവൻ തനിക്കുണം കാണിച്ചില്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ മോളെ എനിക്കറിയാം. എന്തായാലും ഉണ്ടായ മാനക്കേട് ഇനി പോവാൻ പോകുന്നില്ലല്ലോ. മതി മതി, ഉമ്മർത്ത് നിർത്തി വിസ്തരിച്ചതും വിധി കൽപ്പിച്ചതും. മാനക്കേട് ഞാൻ സഹിച്ചോളാം. മോളകത്തേക്ക് വാ. വാ. എന്താ പതിവില്ലാതെ നേരത്തെ? പതിവില്ലാത്ത പലതുമാണല്ലോ അവിടെ നടക്കുന്നത്. അവനവിടെ പ്രകാശൻ. പ്രകാശ, പ്രകാശ, എന്താ മാറിയോട്ട്. ഒന്നും അറിയാത്തവനെ പിന്നെ മുറി കയറി കടടച്ചിരിക്കുകയാണല്ലേ. ഒന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു. എന്തിനാ അവനെ ഇങ്ങനെ തല്ലുന്നേ? തല്ലുകളോടി കൊല്ലിയാ വേണ്ടത്. എന്തിനാടി നാണം കെടുത്താണ് ഇങ്ങനെ? ചോദിക്കവനോട്. എന്താണ് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഈ അച്ഛനൊന്നും അറിയാതെ. ഒന്നും ഉണ്ടാകാനോടാ നിന്നെ ആ പെൺകുട്ടിയും കൂടെ ഹോട്ടൽ മുറിയുന്നു. ഹോട്ടൽ മുറിന്ന് പോലീസ് പിടിച്ചത്. അയ്യോ, എന്താ ഞാൻ ഈ കേക്കണേ? ഏതവള്? മഹാദേവന്റെ മോളോ? വാസുവേട്ടൻ വന്ന് പറഞ്ഞപ്പോ എന്റെ തൊലി ഇടിഞ്ഞു പോയി. എടി തിരുപ്പതിക്കും പടനിക്കും വഴിപാടുണ്ടാക്കുന്ന നേരം കൊണ്ട് നേരാൻ വണ്ണം തല്ലി വളർത്തിയിരുന്നെങ്കിൽ ഇവന് ഈ തെമ്മാടത്തിനെ കാണിക്കുമായിരുന്നു. നേരാണോടെ ഞാൻ കേട്ടത്? അങ്കിൾ വിളിച്ചു പറഞ്ഞപ്പോ പൊന്നിന്റെ കൂട്ടുകാരത്തെ ക്ഷണിക്കാൻ ഞാൻ കൂടെ പോയതാ. അവന്റെ ഒരു അങ്കിള് കിട്ടിയൊന്നും മര്യാദയിലാണ് നിനക്ക്. ഇങ്ങനെ നാളെ വേണ്ട. എന്താ ഉണ്ടായെന്ന് അവൻ പറയട്ടെ. ഇനി എന്തുണ്ടാവാ? ആ പെൺകുച്ചിന്റെ കല്യാണം ഒഴിഞ്ഞുപോയി. ഈ മഹാഭാവിയാണ്. ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കാറ് കേടായപ്പോ നന്നാക്കാൻ ആളെ വിളിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയതാ. എന്നിട്ട് എടോ, ഇവിടെ ഒരുത്തൊരു പെണ്ണിനെയും കൊണ്ട് വന്നിട്ടുണ്ടോ? ഉണ്ട് സർ. ഏത് റൂമിലാ?